ഉരുൾപൊട്ടൽ മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതാണ് ശ്രുതിക്ക്. അകന്ന ബന്ധുക്കൾ മാത്രമാണ് ബാക്കിയായത്. അവർക്കും ശ്രുതിക്കും കരുത്തായിരുന്നു ജെൻസൺ. ശ്രുതിയോടും ബന്ധുക്കളോടുമൊപ്പം കൊടുവള്ളിക്ക് പോകും വഴിയാണ് കൽപ്പറ്റ വെള്ളാരംകുന്നിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ജെൻസൺ മരണത്തിന് കീഴടങ്ങിയത്. ഇതോടെ തനിച്ചായ ശ്രുതിക്കരികിലേക്കാണ് ആശ്വാസവാക്കുകളുമായി ബോച്ചെ എത്തിയത്. കൽപ്പറ്റ ലിയോ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ ശ്രുതിയും ബന്ധുക്കളും. ഒരു ഏട്ടനായി കൂടെയുണ്ടാകുമെന്നും ജെൻസൺ ആഗ്രഹിച്ചതുപോലെ ശ്രുതിക്ക് സുരക്ഷിതമായ ഒരു വീട് നിർമ്മിച്ചു നൽകുമെന്നും ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ വയനാട് വിഷനോട് പറഞ്ഞു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതിക്ക് ആരുണ്ട് എന്നത് ആ ഒരു വാചകം വളരെ ഫേമസ് ആയിപ്പോയി. അത് കേട്ട ആർക്കും വല്ലാതെ ആയിപ്പോയി ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇങ്ങനത്തെ ഒരു അപകടത്തിന് ശേഷം. അപ്പോൾ അത് ഞാൻ അറിയിച്ചു. ഒരു ഏട്ടനെ പോലെ ഞാനുണ്ടാവും ആ ഭാഗത്ത്. ജെൻസന്റെ ഏറ്റവും വലിയ ഒരു വിഷമം, അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത്, അവിടെയും ജെൻസന് എന്തെങ്കിലും സംഭവിച്ചാൽ ശ്രുതി സേഫായിട്ട് അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കണം, അങ്ങനൊരു വീട് വെച്ച് കൊടുക്കണം. ഇതായിരുന്നു വലിയൊരു രണ്ടാമത്തെ ആഗ്രഹം. അത് നമുക്ക് പറ്റും. ഇവിടുന്ന് നമ്മൾ എല്ലാവരും ഉണ്ട്. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വയനാട് യൂണിറ്റ് നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒരു വീട് വെച്ച് കൊടുക്കാം എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ബോച്ചെ ആശുപത്രിയിലെത്തുമ്പോൾ ജെൻസന്റെ പിതാവും മറ്റ് ബന്ധുക്കളും ആശുപത്രിയിലുണ്ടായിരുന്നു. ഏറെ നേരം ശ്രുതിയോടൊപ്പവും ബന്ധുക്കളോടൊപ്പവും ചിലവഴിച്ചാണ് ബോബി ചെമ്മണ്ണൂർ ആശുപത്രി വിട്ടത്. CV ഷിബു, വയനാട് വിഷൻ, കൽപ്പറ്റ.